പാർട്ട്ണർഷിപ്പ് എന്ന പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായ ഒരു പാഠമാണ്. ചാപ്റ്റർ 8 പാർട്ട്ണർഷിപ്പ്. വളരെ സിമ്പിളായ പാഠമാണ്. കാര്യമായ ഒന്നും അവിടെ ഇല്ല. കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ബികോം പഠിക്കുന്ന കുട്ടികൾക്ക് കൂടുതൽ അറിയാവുന്ന കാര്യമായിരിക്കണം ഇത്. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് എ സിമ്പിൾ പാർട്ട്ണർഷിപ്പ്. എ സിമ്പിൾ പാർട്ട്ണർഷിപ്പ്. നമ്മൾ സിമ്പിൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. സിമ്പിൾ പാർട്ട്ണർഷിപ്പ് എന്താണ്? സിമ്പിൾ പാർട്ട്ണർഷിപ്പ് is one in which the capital of each partner is invested in the business for a certain time span. സിമ്പിൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു ബിസിനസ്സില് കുറച്ച് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ, നമ്മൾ അതിനെ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. നമ്മളൊരു ക്യാപിറ്റൽ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓരോ പാർട്ട്ണറും ഇത്ര സമയത്തേക്ക്, സേ ഫോർ എക്സാമ്പിൾ എല്ലാവരും 2 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എല്ലാവരും അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു പാർട്ട്ണർഷിപ്പിനെയാണ് സിമ്പിൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. സിമ്പിൾ പാർട്ട്ണർഷിപ്പ് is one in which the capital of each partner, ഓരോ പാർട്ട്ണറിന്റെയും, of each partner is invested in the business for certain time span. എല്ലാവരും ഒരു certain time span, ഒരു 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് 5 വർഷം പറ്റില്ല, എനിക്ക് 2 വർഷമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറൊരാൾക്ക് തോന്നുകയാണ് 4 വർഷമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, 5 വർഷമേ ഇൻവെസ്റ്റ് ചെയ്യാൻ 5 വർഷമൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇവിടെ നടക്കുന്ന കാര്യമല്ല. സിമ്പിൾ പാർട്ട്ണർഷിപ്പിൽ എല്ലാവരും ഇത്ര സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. സോ ആ ഫ്ലെക്സിബിലിറ്റി വരണമെങ്കിൽ ഓരോരുത്തർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഫ്ലെക്സിബിലിറ്റി ഉള്ള പാർട്ട്ണർഷിപ്പിനെയാണ് നമ്മൾ പറയുന്നത് കോമ്പൗണ്ട് പാർട്ട്ണർഷിപ്പ്. അതായത് കോമ്പൗണ്ട് പാർട്ട്ണർഷിപ്പ് ഇസ് വൺ ഇൻ വിച്ച് the capitals of the partners are invested for different time periods. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അവർക്ക് ഇഷ്ടമുള്ള അത്രയും സമയത്തേക്ക് അവർക്ക് ഫ്ലെക്സിബിൾ ആകുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ടൈം പീരീഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഒരാൾക്ക് 5 വർഷമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ, ചെയ്തോ. ഒരാൾക്ക് 10 വർഷം ഇൻവെസ്റ്റ് ചെയ്യണം, കൂടുതൽ ചെയ്യണം, ചെയ്തോളൂ. ഒരാൾക്ക് 1 വർഷമേ പറ്റത്തുള്ളൂ, ഓക്കെ. ഇതെല്ലാം ഫ്ലെക്സിബിൾ ആകുന്ന പാർട്ട്ണർഷിപ്പിന്റെ പേരാണ് കോമ്പൗണ്ട് പാർട്ട്ണർഷിപ്പ്. So compound partnership is one in which the capital of the partners are invested for different time periods. ഇഷ്ടമുള്ള അത്രയും ചെയ്താൽ മതിയാവും. Now, another definition is about a partner. അപ്പൊ നമ്മൾ പാർട്ട്ണർഷിപ്പിനെ പറ്റി പറഞ്ഞു. നമ്മൾ ഇനി പറയാൻ പോകുന്ന ഒരു പാർട്ട്ണറിനെ പറ്റിയിട്ടാണ്. A sleeping partner. എന്താണ് ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണർ? അതായത് ഒരാൾക്ക് ഒരു ബിസിനസ്സിൽ അയാൾ ഇൻവെസ്റ്റ് ചെയ്യും, പക്ഷെ ആ ബിസിനസിന്റെ ദിവസം നടക്കുന്ന കാര്യങ്ങൾ നോക്കാനോ അതിന്റെ വർക്കുകൾ ചെയ്യാനോ അതിനെന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാനോ ഒന്നും താല്പര്യപ്പെടാത്ത ആൾ, അയാളാണ് സ്ലീപ്പിംഗ് പാർട്ട്ണർ. അയാൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതിന്റെ കാര്യങ്ങളിൽ ഇടപെടാനോ മീറ്റിംഗിലേക്ക് വരാനോ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ചിലപ്പോൾ 1 വർഷമൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസമൊക്കെ കൂടുമ്പോൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്താലായി. ഡേ ടു ഡേ ആയിട്ട് അതിന്റെ പുറകെ നിൽക്കില്ല. And that is called a sleeping partner. So a sleeping partner is one who invests the capital in the business
in the business but does not actively participate in day-to-day activities of the business. അയാളെ ബിസിനസ്സിനെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യില്ല, അയാൾ ഇൻവെസ്റ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദിസ് ഇസ് കോൾഡ് എ സ്ലീപ്പിംഗ് പാർട്ട്ണർ. സോ സ്ലീപ്പിംഗ് പാർട്ട്ണറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയ പാർട്ട്ണറാണ് അടുത്തയാൾ. ഇറ്റ് ഈസ് കോൾഡ് എ വർക്കിംഗ് പാർട്ട്ണർ. എന്താണ് ഒരു വർക്കിംഗ് പാർട്ട്ണർ? ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുക മാത്രമല്ല, ആ ബിസിനസിന്റെ സകല കാര്യങ്ങളും അതിന്റെ റണ്ണിങ്ങും എല്ലാം നോക്കുന്ന ആളാണ് എ വർക്കിംഗ് പാർട്ട്ണർ. അയാൾ ആ വർക്ക് ചെയ്യുന്നതിന് അയാൾക്ക് സാലറി ഉണ്ടാകാം, അല്ല എങ്കിൽ ചിലപ്പോ ഒരു പ്രോഫിറ്റിന്റെ ഷെയർ ഉണ്ടാകാം. എ വർക്കിംഗ് പാർട്ട്ണർ ഇസ് വൺ ഹൂ besides investing capital, അയാൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാശ് ഈ ബിസിനസ്സിൽ ഇട്ടിട്ടുണ്ട്. ക്യാപിറ്റൽ ബിസൈഡ്സ് ഇൻവെസ്റ്റിംഗ് ക്യാപിറ്റൽ, അത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കില്ല, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, takes part in running the business. ബിസിനസ് കൊണ്ടുപോകാൻ ഇയാള് എപ്പോഴും അതിന്റെ കൂടെ തന്നെ ഉണ്ടാകും. പുള്ളിയുടെ ആ ഒരു എക്സ്ട്രാ വർക്കിന്, ഇൻവെസ്റ്റ്മെന്റ് അല്ലാതെ ആ പുള്ളിയുടെ എക്സ്ട്രാ വർക്കിന് ആ പുള്ളിക്ക് സാലറി ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒരു ഷെയർ ഉണ്ടാകാം. ആൻഡ് ദീസ് ആർ ദ definitions that you have to study in this chapter. നമുക്കിത് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഡെഫിനിഷൻസ് ആണ്. ഒരു ബികോം പഠിക്കുന്ന ആൾക്ക് ഇതെല്ലാം കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇനി ചിലപ്പോൾ കാണുന്ന കാര്യമായിരിക്കാം. അവർക്ക് പറ്റുന്ന ഒരു പാഠമാണ് അടുത്ത് വരുന്നത്. ഈ പാഠം അങ്ങനത്തെ ഒരു പാഠമാണ് തന്നെ. അതിന്റെ സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് നമ്മളിവിടെ പാർട്ട്ണർഷിപ്പിൽ ഇൻവോൾവ് ചെയ്യുന്ന സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സിമ്പിൾ പാർട്ട്ണർഷിപ്പ്, അതായത് ഒരു ബിസിനസ്സിൽ എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷെ ഇത്ര സമയം മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അത് കുറയ്ക്കാനും പറ്റില്ല, കൂടാനും കഴിയില്ല. പക്ഷെ ആ ഫ്ലെക്സിബിലിറ്റി അനുവദിക്കുന്നതാണ് കോമ്പൗണ്ട് പാർട്ട്ണർഷിപ്പ്. ഇഷ്ടമുള്ള സമയം അത്ര ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലാത്തപ്പോൾ അത് വിഡ്രോ ചെയ്യാം, വാട്ട് എവർ ഇറ്റ് ഇസ്. സ്ലീപ്പിംഗ് പാർട്ട്ണർ ഇൻവെസ്റ്റ് മാത്രമേ ചെയ്യത്തുള്ളൂ, വർക്ക് ചെയ്യില്ല. വർക്കിംഗ് പാർട്ട്ണർ ഇൻവെസ്റ്റും ചെയ്യും, വർക്കും ചെയ്യും. അയാളുടെ വർക്കിന് വേണ്ടി അയാൾക്ക് പ്രോഫിറ്റ് ഷെയറോ സാലറിയോ ഉണ്ടാകും. ഡൺ. സോ നമ്മൾ നേരെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. അതായത് ഒരു ബിസിനസ്, ആ ബിസിനസ്സിന് 2 പാർട്ട്നേഴ്സ് ഉണ്ട്. പാർട്ട്നേഴ്സ് നമ്മൾ അയാളെ എ എന്ന് വിളിക്കുന്നു, മറ്റേ പാർട്ട്ണറിനെ ബി എന്ന് വിളിക്കുന്നു. 2 പാർട്ട്നേഴ്സ് ആണുള്ളത്, എയും ബിയും, 2 പാർട്ട്നേഴ്സ്. ഇതില് ആദ്യത്തെ പാർട്ട്ണറിന്റെ ഇൻവെസ്റ്റ്മെന്റ് C1 റുപ്പീസ്, അയാള് C1 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതേസമയം രണ്ടാമത്തെ പാർട്ട്ണർ C2 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ C1 എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ കാൽക്കുലേഷന്റെ ഫോർമുല എഴുതാൻ ഉപയോഗത്തിനാണ് പറയുന്നത് കേട്ടോ. ചിലപ്പം ഈ ആദ്യത്തെ ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1 ലക്ഷം രൂപയായിരിക്കും. 1 ലക്ഷത്തിനെയാണ് C1 എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ 2 ലക്ഷമായിരിക്കും. അപ്പോൾ C2നെയാണ് ഈ 2 ലക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 പാർട്ട്ണറാണ് ഒരു ബിസിനസ്സിനുള്ളത്. ഒരാളുടെ പേര് എ, മറ്റേയാളുടെ പേര് ബി. ഓരോരുത്തരും C1 C2 ആണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബിസിനസ്സിൽ നിന്ന് ഉണ്ടായ പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് പി ആണ്. റുപ്പീസ് ഇവിടെ പ്രോഫിറ്റ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് പ്രോഫിറ്റ് ഷെയർ കൊടുക്കണമല്ലോ. സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രോഫിറ്റ് ആണെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റ് ഷെയർ. അതാണ് അതിന്റെ ഒരു രീതി. അങ്ങനെയാണെങ്കിൽ
ക്യാപിറ്റൽ എയുടെ പ്രോഫിറ്റ് ഷെയർ, ക്യാപിറ്റൽ എയുടെ പ്രോഫിറ്റ് ഷെയർ, ക്യാപിറ്റൽ എയുടെ പ്രോഫിറ്റ് ഷെയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നിങ്ങൾ ഇതാ കാണാൻ പോകുന്നത്. ക്യാപിറ്റൽ എയുടെ പ്രോഫിറ്റ് ഷെയർ. നിങ്ങൾ ക്യാപിറ്റൽ എയുടെ ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ എയുടെ ഇൻവെസ്റ്റ്മെന്റ് അഥവാ ക്യാപിറ്റൽ എയുടെ എ എന്ന് പറയുന്ന ആളുടെ ക്യാപിറ്റൽ പ്രോഫിറ്റുമായി മൾട്ടിപ്ലൈ ചെയ്യണം, പ്രോഫിറ്റുമായി മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് ടോട്ടൽ ക്യാപിറ്റൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മതി. അപ്പോഴേക്കും എയുടെ പ്രോഫിറ്റ് ഷെയർ കിട്ടി, എയുടെ പ്രോഫിറ്റ് ഷെയർ കിട്ടി. സിമിലർലി ബിയുടെ പ്രോഫിറ്റ് ഷെയർ കിട്ടാൻ, ബിയുടെ പ്രോഫിറ്റ് ഷെയർ കിട്ടാൻ നിങ്ങൾ ബിയുടെ ക്യാപിറ്റലിനെ, C2 ആണ് ബിയുടെ ക്യാപിറ്റൽ, അത് പ്രോഫിറ്റുമായി മൾട്ടിപ്ലൈ ചെയ്യുക, ടോട്ടൽ പ്രോഫിറ്റുമായി മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ടോട്ടൽ ക്യാപിറ്റൽ C1 + C2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴേക്കും ബിയുടെ പ്രോഫിറ്റ് ഷെയർ കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ ആസ് ദാറ്റ്. നിങ്ങൾക്ക് രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്, എ ബി. രണ്ടുപേരുടെ ഇൻവെസ്റ്റ്മെന്റ് റെസ്പെക്റ്റീവ്ലി C1 rupees ആൻഡ് C2 rupees. ഈ ബിസിനസ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് കിട്ടി. ലെറ്റ് പി ബി ദ പ്രോഫിറ്റ്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്ത ഓരോരുത്തർക്കും അവരുടെ പ്രോഫിറ്റ് ഷെയർ കൊടുക്കണം. അവരുടെ പ്രോഫിറ്റ് ഷെയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ക്യാപിറ്റൽ എയുടെ പ്രോഫിറ്റ് ഷെയർ C1 × P, അതായത് ക്യാപിറ്റൽ എയുടെ ക്യാപിറ്റൽ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ, ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. ഇനി അടുത്ത ബിയുടെ പ്രോഫിറ്റ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ബി ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോഫിറ്റ് ഷെയർ. കഴിഞ്ഞു. നൗ രണ്ടാമത്തെ ടൈപ്പ് ഞാൻ പറയുകയാണ്. അതായത് ഈ പ്രോബ്ലം, ഇത് സെയിം പ്രോബ്ലം ആണ് കേട്ടോ, സെയിം പ്രോബ്ലം ആണ്. ഒരു ബിസിനസ്സിൽ 3 പാർട്ട്ണർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ബിസിനസ്സിൽ 3 പാർട്ട്ണർ എ ബി സി എന്ന് പേര് കൊടുക്കാം. സി എന്ന പാർട്ട്ണർ, 3 പാർട്ട്ണർ ഉണ്ട്. ആദ്യത്തെ ആളുടെ ഇൻവെസ്റ്റ്മെന്റ് C1 rupees, രണ്ടാമത്തെ ആളുടെ ഇൻവെസ്റ്റ്മെന്റ് C2 rupees, മൂന്നാമത്തെ ആളുടെ ഇൻവെസ്റ്റ്മെന്റ് C3 rupees. ഇൻവെസ്റ്റ്മെന്റ് അഥവാ ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ. ഈ എല്ലാ ബിസിനസ്സും കഴിഞ്ഞ് കിട്ടിയ പ്രോഫിറ്റ് P rupees. റുപ്പീസ് സിമ്പിൾ ഇടാൻ പഠിച്ചിട്ടാണ് കേട്ടോ ഇവർക്കൊന്നും റുപ്പീസ് സിമ്പിൾ ഇടാത്തത്. അപ്പൊ ഈ ബിസിനസ്സിന് 3 പാർട്ട്നേഴ്സ് ഉണ്ട് കേട്ടോ, 3 പാർട്ട്നേഴ്സ് ഉണ്ട്. സിമ്പിൾ പാർട്ട്ണർഷിപ്പ് ആണ്. ടൈം പീരീഡിനെ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. എല്ലാവർക്കും ഒരു ഫിക്സഡ് ടൈമിൽ ഇടാൻ പറ്റത്തുള്ളൂ. ടൈമിനെ പറ്റി ആരും ഒന്നും മിണ്ടുന്നില്ല. ടൈമിനെ പറ്റി മിണ്ടുന്നില്ല എങ്കിൽ എല്ലാവരും ഇത്ര സമയത്തേക്ക് ഇട്ടിട്ടുള്ളൂ, അതാണ് കാര്യം. ഇത്ര സമയത്തേക്ക് ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ C1 C2 C3 3 പേരുടെയും ക്യാപിറ്റലാണ് ഫോർ എസ്. ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിൽ നിന്ന് നമുക്ക് P rupees പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓരോ പാർട്ട്ണറിന്റെയും പ്രോഫിറ്റ് ഷെയർ ഓഫ് എ, എയുടെ പ്രോഫിറ്റ് ഷെയർ, എയുടെ ക്യാപിറ്റൽ C1 ഇൻറ്റു പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ്. എയുടെ ക്യാപിറ്റൽ C1 ഇൻറ്റു ടോട്ടൽ പ്രോഫിറ്റ്, ദ ഹോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് C1 + C2 + C3. ഇവിടെ ചെയ്ത പോലെ എയുടെ ക്യാപിറ്റൽ ഇൻറ്റു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ 3 പേരുടെയാണ് ഇൻവെസ്റ്റ്മെന്റ്, അതുകൊണ്ട് C1 + C2 + C3. നൗ പ്രോഫിറ്റ് ഷെയർ ഓഫ് ബിയുടെ പ്രോഫിറ്റ് ഷെയർ. സിമിലർലി C2 × P, ബിയുടെ ക്യാപിറ്റൽ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ C1 + C2 + C3. ആൻഡ് ഫൈനലി പ്രോഫിറ്റ് ഷെയർ ഓഫ് സി, മൂന്നാമത്തെ ആളുടെ പ്രോഫിറ്റ് ഷെയർ. ആസ് യു കൻ ഇമേജിൻ, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി C3 ഇൻറ്റു പ്രോഫിറ്റ്, the whole divided by the total capital C1 + C2 + C3. Done. ഇനി 4 പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. 4 പേര് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് വന്നു കഴിഞ്ഞാൽ ഓരോരുടെ പ്രോഫിറ്റ് ഷെയർ കണ്ടുപിടിക്കാം. 5 പേരോ 10 പേരോ എല്ലാവർക്കും കണ്ടുപിടിക്കാം. ഓരോരുത്തരുടെ ക്യാപിറ്റൽ കൊണ്ടുവരിക, അവരുടെ പ്രോഫിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ ക്യാപിറ്റൽ. അപ്പോഴേക്കും നമുക്ക് ഓരോരുത്തരുടെയും പ്രോഫിറ്റ് ഷെയർ കിട്ടും. കഴിയും. ഇതാണ് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ഫോർമുല. ഈ പുള്ളിക്കാരനാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ടൈം പീരീഡിനെ പറ്റി പറയുന്നില്ല. ടൈം പീരീഡ് പറയുന്നില്ല എങ്കിൽ അത് സിമ്പിൾ പാർട്ട്ണർഷിപ്പ് ആയിരിക്കും. അപ്പൊ ഇതൊരു സിമ്പിൾ പാർട്ട്ണർഷിപ്പ് ആണ് കേട്ടോ. ആർക്കും അങ്ങനെ ടൈം പീരീഡിൽ വ്യത്യാസമൊന്നും വരുത്താൻ പറ്റില്ല. ഇത്ര സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
സോ നമ്മൾ നേരെ ഒരു റിലേറ്റഡ് പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. റിലേറ്റഡ് പ്രോബ്ലം. ക്യാപിറ്റൽ എ, ബി ആൻഡ് സി invested rupees 20,000, 50,000 and 40,000 in a business. എ ബിയും സിയും ഇത്ര എ 20,000, ബി 50,000, സി 40,000 രൂപയാണ് ഒരു ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്തത്. ഫുൾ സ്റ്റോപ്പ്. The net profit for the year net profit for the year was 12,100. ഈ ബിസിനസ്സിന് ഒരു വർഷം ഉണ്ടായ ലാഭം 12,100 രൂപയാണ്. 12,100. Full stop. This T, which was divided in proportion of investment. This T എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. മീൻസ് ദാറ്റ് ഇസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഇവിടെ ടെക്സ്റ്റിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ദിസ് പ്രോഫിറ്റ് എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. ദിസ് പ്രോഫിറ്റ് was divided in proportion to investment. ഈ കിട്ടിയ പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ അനുസരിച്ച് ഡിവൈഡ് ചെയ്തു. അതായത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് കൂടുതൽ പ്രോഫിറ്റ് കൊടുക്കണം, കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് കുറച്ച് പ്രോഫിറ്റ് കൊടുക്കണം. അതാണല്ലോ അതിന്റെ രീതി. 3 പേര് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് 12,100 രൂപയെ നമുക്ക് 3 പേർക്ക് തുല്യമായി ഭാഗിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച് ഭാഗിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ്, ലാഭവിഹിതം, amount of profit each partner earned. ഓരോരുത്തർക്കും കിട്ടിയ ലാഭവിഹിതം എങ്ങനെയാണ്? ശരി, അപ്പൊ ഞാന് എ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് C1 അത് 20,000 ആണെന്ന് എടുക്കുന്നു. ബി നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് C2 അതിനെ 50,000 ആണെന്ന് എടുക്കുന്നു. ആൻഡ് ഫൈനലി സി നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് അതിനെ 40,000 എന്ന് എടുക്കുന്നു. 40,000, 40,000. Done. That will be C3. സി നടത്തിയത് C3. സി നടത്തിയ ഇൻവെസ്റ്റ്മെന്റ് C3. ആൻഡ് നമുക്ക് പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റ് P is equal to 12,100. കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മള് നമ്മുടെ പ്രോഫിറ്റ് ഷെയർ കണ്ടുപിടിക്കാൻ പോവുകയാണ്. പ്രോഫിറ്റ് ഷെയർ ഓഫ് എയുടെ പ്രോഫിറ്റ് ഷെയർ 20,000 ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് എത്ര രൂപ കിട്ടും? 20,000 C1 into profit share divided by the whole capital, sum of whole capital C1 plus C2 plus C3. 20,000 divided by C1 plus C2 plus C3. 20,000, 50,000, 40,000 is 1,10,000. 1,10,000. 1,10,000. 20,000, 50,000, 40,000 എല്ലാം കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് 1,10,000 രൂപ കിട്ടും. ഇൻറ്റു പ്രോഫിറ്റ് 12,100. സോ നമ്മൾ 0 വെട്ടിക്കളയുന്നു. 0 വെട്ടിക്കളയാം. ഓക്കെ, ഡൺ. 2/11 into 1,200. That will be 11 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 into 11,000. Therefore, this will be 2,200. അതായത് എക്ക് ഈ 12,100 എന്ന പ്രോഫിറ്റിൽ എക്ക് കിട്ടിയ ഷെയർ 2,200 രൂപയാണ്. 2,200 രൂപയാണ് ക്യാപിറ്റൽ എയുടെ പ്രോഫിറ്റ് ഷെയർ.
2200 രൂപ ക്യാപിറ്റൽ എയുടെ പ്രോഫിറ്റ് ഷെയർ ക്യാപിറ്റൽ എക്ക് കിട്ടി. അയാളാണ് ഏറ്റവും കുറവ് ഇൻവെസ്റ്റ് ചെയ്ത ആള് കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രോഫിറ്റ് ഷെയർ ഓഫ് ബിയുടെ പ്രോഫിറ്റ് ഷെയർ എത്രയാണെന്ന് നോക്കാം. ബിയുടെ പ്രോഫിറ്റ് ഷെയർ, ബി ഇൻവെസ്റ്റ് ചെയ്ത C2 ആണ്. അതിന് പ്രോഫിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഹോൾ പ്രോഫിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഹോൾ പ്രോഫിറ്റ് അല്ല, ഹോൾ ക്യാപിറ്റൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. C2ന്റെ ഇൻവെസ്റ്റ്മെന്റ് 50,000 ആണ്. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് പുള്ളിയാണ്. ഡിവൈഡഡ് ബൈ സം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 1,10,000, അത് തന്നെയാണ് നേരത്തെ ചെയ്ത ആൾ തന്നെയാണ്. ഇൻറ്റു പ്രോഫിറ്റ് 12,100. സോ സീറോസ് വെട്ടിക്കളയുന്നു, 4 സീറോ ഉണ്ട്, 4 സീറോയും വെട്ടിക്കളഞ്ഞു. 11 100 മീൻസ് 12 മീൻസ് 12,100 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 ഇൻറ്റു 11 ഇവിടെ ഡിവൈഡ് ആവും, ഇൻറ്റു 1100. ദാറ്റ് വിൽ ബി 5500. ബിക്ക് കിട്ടിയ പ്രോഫിറ്റ് 5,500 രൂപയാണ്. ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ ബിക്ക് ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് ഷെയർ 5,500 രൂപയായിരിക്കും. ആൻഡ് ഫൈനലി പ്രോഫിറ്റ് ഷെയർ ഓഫ് സിയുടെ പ്രോഫിറ്റ് ഷെയർ C3 ഇൻറ്റു പി ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 പ്ലസ് C3. C3 എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുടെ ഇൻവെസ്റ്റ്മെന്റ് 40,000 ആയിരുന്നു. ഡിവൈഡഡ് ബൈ സം 1,10,000 ഇൻറ്റു പ്രോഫിറ്റ് 12,100. സീറോസ് വെട്ടിക്കളയുന്നു. 11 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ഇൻറ്റു 1100. Therefore, it will be 4,400. Therefore, മൂന്നാമത്തെ ആളുടെ പ്രോഫിറ്റ് ഷെയർ 4,400 രൂപ. നമ്മളപ്പോൾ ഓരോരുത്തരുടെയും പ്രോഫിറ്റ് ഷെയർ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇതെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് 12,100 കിട്ടും. ഓക്കെ, ഡൺ. ഇതാണ് ഈ പ്രോബ്ലം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്നത് സിമ്പിൾ പാർട്ട്ണർഷിപ്പിനെ പറ്റിയാണ്. അത് ഒരു കാരണവശാലും മറക്കരുത്. സോ വി ആർ now discussing about the second type of problem. അതായത് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കോമ്പൗണ്ട് പാർട്ട്ണർഷിപ്പിനെ പറ്റിയാണ്. കോമ്പൗണ്ട് പാർട്ട്ണർഷിപ്പ് അതായത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമുള്ള സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പറയാണ്, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിനെ പറ്റി പറയാണ്. സോ തേർഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലം രണ്ടുപേരുണ്ട് കേട്ടോ, എയും ബിയും. എ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ C1 ആണ്, ബി ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ C2 ആണ്, ഇൻ റുപ്പീസ്. ഇനി അതേസമയം C1 അതായത് എ അയാളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത ടൈം T1 ആണ്. അയാൾ ഇത്ര സമയത്തേക്ക്, ഒരു 3 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. അതേസമയം ബി അയാളുടെ ക്യാപിറ്റലായ C2നെ ഇൻവെസ്റ്റ് ചെയ്തത് T2 എന്ന സമയത്തേക്ക് വേണ്ടിയാണ്. കൂടുതലൊന്നുമില്ല കേട്ടോ. ഇവിടെ കോമ്പൗണ്ട് പാർട്ട്ണർഷിപ്പ് ആകുമ്പോൾ ഓരോരുത്തർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയവും പ്രശ്നമാണ്. അയാൾ ഇത്ര സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതും വിഷയമാണ്. അപ്പൊ എയുടെ ഇൻവെസ്റ്റ്മെന്റ് C1 ആണ്, അയാൾ ഇൻവെസ്റ്റ് ചെയ്ത് T1 സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ബിയുടെ ഇൻവെസ്റ്റ്മെന്റ് C2 ആണ്, അയാൾ T2 സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഈ ബിസിനസിന്റെ പ്രോഫിറ്റ് പി, ഇത് ക്യാപിറ്റലാണ്, ഈ സമയം ടൈം ഇൻവെസ്റ്റ് ചെയ്ത സമയം, അയാൾക്ക് കിട്ടിയ പ്രോഫിറ്റ് പി. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും പ്രോഫിറ്റ് ഷെയർ, എയുടെ പ്രോഫിറ്റ് ഷെയർ ഓഫ് എയുടെ പ്രോഫിറ്റ് ഷെയറിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ എയുടെ പ്രോഫിറ്റ് ഷെയർ കണ്ടുപിടിക്കാം? എയുടെ ക്യാപിറ്റലിനെ എ ഇൻവെസ്റ്റ് ചെയ്ത സമയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് അയാളെ പ്രോഫിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ. എയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് എടുക്കുക? C1 ആണ്. അയാൾ ഇൻവെസ്റ്റ് ചെയ്ത ടൈം പീരീഡ് T1 ആണ്, ഇൻറ്റു പ്രോഫിറ്റ് ചെയ്യണം. ദ ഹോൾ ഡിവൈഡഡ് ബൈ ആദ്യത്തെ ക്യാപിറ്റൽ T1 സമയത്താണുള്ളത്, അപ്പൊ C1 T1. രണ്ടാമത്തെ ക്യാപിറ്റൽ T2 സമയത്താണുള്ളത്, C2 T2. അത് രണ്ടും ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യണം.
സോ പ്രോഫിറ്റ് ഷെയർ ഓഫ് എ കണ്ടുപിടിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഓഫ് എ ഇൻറ്റു ടൈം ഓഫ് എ, ടൈം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ ഇൻറ്റു പ്രോഫിറ്റ്, ദ ഹോൾ ഡിവൈഡഡ് ബൈ C1T1 പ്ലസ് C2T2. ഓരോ ഇൻവെസ്റ്റ്മെന്റുകളെയും അവരുടെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത് വെച്ച് ഡിവൈഡ് ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ സിമിലർലി പ്രോഫിറ്റ് ഷെയർ ഓഫ് ബി, പ്രോഫിറ്റ് ഷെയർ ഓഫ് ബി നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ബിയുടെ ക്യാപിറ്റൽ ഇൻറ്റു ബി ഇൻവെസ്റ്റ് ചെയ്ത ടൈം പീരീഡ് ഇൻറ്റു പ്രോഫിറ്റ്, ദ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ C1T1 പ്ലസ് C2T2. C1T1 പ്ലസ് C2T2. അപ്പൊ ഒരു കോമ്പൗണ്ട് പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഓരോരുത്തരുടെയും പ്രോഫിറ്റ് ഷെയർ കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞത്. കഴിഞ്ഞു. ഡൺ. നൗ ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ഈ സിനാരിയോ ചേഞ്ച് ആവുന്നുണ്ട്. അതായത് 3 ഇൻവെസ്റ്റേഴ്സ് ആണ് നമുക്കിപ്പോൾ ഉണ്ടാവുന്നത്. ഇൻവെസ്റ്റേഴ്സിന്റെ എണ്ണം കൂടി, ABC. ഓരോരുത്തരുടെയും ക്യാപിറ്റൽ C1, C2, C3. ഓരോരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം T1, T2, T3. അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് P. പ്രോഫിറ്റ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. പ്രോഫിറ്റ് ഓഫ് എയുടെ പ്രോഫിറ്റ്, എയുടെ ക്യാപിറ്റൽ ഇൻറ്റു എ എടുക്കുന്ന ടൈം ഇൻറ്റു പ്രോഫിറ്റ്, എയുടെ ക്യാപിറ്റൽ ഇൻറ്റു എ ഇൻവെസ്റ്റ് ചെയ്ത ടൈം ഇൻറ്റു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ C1T1 പ്ലസ് C2T2 പ്ലസ് C3T3. ഓരോരുത്തരുടെ ക്യാപിറ്റലും അത് ഇൻവെസ്റ്റ് ചെയ്തെടുത്ത ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്താൽ മതി, കിട്ടും. പ്രോഫിറ്റ് ഓഫ് ബി നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ആ ഇക്വേഷൻ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പ്രോഫിറ്റ് ഓഫ് ബി C2 ഇൻറ്റു T2 ഇൻറ്റു P ഡിവൈഡഡ് ബൈ C1T1 പ്ലസ് C2T2 പ്ലസ് C3T3. ആൻഡ് ഫൈനലി പ്രോഫിറ്റ് ഓഫ് C is C3T3 into P divided by C1T1 plus C2T2 plus C3T3. Done. ഇനി 4 പേരുണ്ടെങ്കിൽ ഇപ്പൊ 4ാമത്തെ ആളുടെ പ്രോഫിറ്റ് കാണണം. C4T4 into P divided by C1T1 plus C2T2 plus C3T3 plus C4T4. അങ്ങനെ നമുക്ക് ഓരോ ഇൻവെസ്റ്റ്മെന്റിന്റെയും പ്രോഫിറ്റ് ഷെയർ കണ്ടുപിടിക്കാം. കഴിഞ്ഞു. ഇതോടുകൂടി നമ്മുടെ മെയിൻ ഫോർമുല, ഈ പാഠത്തിലെ മെയിൻ ഫോർമുല കഴിഞ്ഞു. ഇനി ഒരു 2-3 സബ് ഫോർമുല കൂടെ പഠിക്കുമ്പോഴേക്കും നമ്മുടെ ഈ പാഠം കഴിഞ്ഞു. അതിനു മുമ്പേ നമുക്ക് ഈ ഒരു ഫോർമുലയായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: A and B are two partners. രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണ് ഇൻ എ ബിസിനസ്. ഒരു ബിസിനസ് പാർട്ട്നേഴ്സ് ആണ് ഇവർ രണ്ടുപേരും, എയും ബിയും. A contributes 1,200 for 5 months. എന്താണ് നമ്മുടെ എ എന്ന് പറയുന്ന ആള് 1,200 രൂപ 5 മാസത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. ആൻഡ് ബി കോൺട്രിബ്യൂട്ട്സ് 750. അയാള് 750 രൂപയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഫോർ 4 months. 4 മാസത്തേക്ക് 750 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്തു. ടോട്ടൽ പ്രോഫിറ്റ് ഇസ് 450 രൂപ പ്രോഫിറ്റ് ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഔട്ട് their respective shares. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും റെസ്പെക്റ്റീവ് ഷെയർസ് കണ്ടുപിടിക്കുക. ഓരോരുത്തരുടെയും പ്രോഫിറ്റ് ഷെയർ എത്രയാണെന്ന് കണ്ടുപിടിക്കുക.
ഇതാണ് നമ്മുടെ ജോലി. എ ബി രണ്ട് പാർട്ട്നേഴ്സ് ആണ്. ആദ്യത്തെ ആള് 12,200 രൂപ 5 മാസത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. രണ്ടാമത്തെ ആള് 750 രൂപ 4 മാസത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. നമുക്ക് ലാഭം കിട്ടിയത് 450 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരുടെയും പ്രോഫിറ്റ് ഷെയർ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമയത്തിന്റെ കണക്ക് ഒരു SI യൂണിറ്റ്, ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിലായിരിക്കണം. അതായത് ആദ്യത്തെ ആള് 5 മാസം ചെയ്തു, 5 മാസം ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ T1 ആയിട്ട് 5 എടുക്കും. രണ്ടാമത്തെ ആള് 1 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കും. 1 വർഷം, 1 ഇയർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ 1 എന്ന് എടുക്കരുത്. ടൈം T2 എന്ന് പറയുന്നത് 1 എന്ന് എടുക്കരുത്. 1 വർഷം എന്ന് വെച്ചാൽ 12 മാസമാണ്. അതുകൊണ്ട് T2 എന്ന് പറഞ്ഞാൽ 12 എന്ന് എടുക്കണം. കഴിഞ്ഞു. ഇനി അടുത്ത് ആദ്യത്തെ ആള് 5 വർഷം, രണ്ടാമത്തെ ആള് 2 വർഷം, മൂന്നാമത്തെ ആള് 5 മാസം. ഒരു എക്സാമ്പിൾ പറയണം. ആദ്യത്തെ ആള് 2 വർഷം, രണ്ടാമത്തെ ആൾ 5 വർഷം. ഇയർ ആണ് കേട്ടോ, ഇയർ ആണ്. അടുത്ത ആൾ 5 മാസം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ എല്ലാവരെയും മന്തിലേക്ക് ആക്കാം. 2 ഇയർ എന്ന് പറയുമ്പോൾ 24 മന്താണ്. 5 ഇയർ എന്ന് പറയുമ്പോൾ 5 × 12 60 മന്താണ്. പിന്നെ 5 മാസം എല്ലാം ഒരു യൂണിറ്റിലാക്കി. ഇനി അല്ല എങ്കിൽ അവരെ മുഴുവനും ഇയറിലേക്കാക്കാം. ഇതിപ്പോ ഇയറിലേക്ക് ആക്കുകയാണെങ്കിൽ ഇതിൽ മാറ്റമില്ല, 2 ഇയർ തന്നെ. ഇതിൽ മാറ്റമില്ല, 5 ഇയർ തന്നെ. ഇവിടെയാണ് മാറ്റം 5 മന്ത്. അതായത് 12 മാസത്തിൽ 12 മാസം ടോട്ടൽ ഉണ്ട്. അതിൽ 5 മാസം 5/12 എന്ന് എഴുതാം. 6 മാസം എന്ന് വെച്ചാൽ 6/12 ഇയർ എന്ന് എഴുതാം. 6/12 ഇയർ എന്ന് എഴുതാം. 3 മാസം എന്ന് വെച്ചാൽ 3/12 ഇയർ എന്ന് എഴുതാം. പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ ഈ ടൈം എന്ന് പറയുന്നതിനെ ഒരു സ്പെസിഫിക്, ഒരു ഫിക്സഡ് SI യൂണിറ്റ് ആക്കണം. ഇയറിലോ മന്തിലോ ഒക്കെ ആയിരിക്കും. ഇനി ഡേ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇച്ചിരി പാടാണ്. 2 ഇയർ എന്ന് പറയുമ്പോൾ 365 + 365. 5 ഇയർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു ലീപ്പ് ഇയർ പെടും. അപ്പൊ 365 × 5 ചെയ്തിട്ട് ഒരു ദിവസം കൂടെ എക്സ്ട്രാ കൂട്ടണം. ദിവസത്തിലേക്കൊക്കെ മാറ്റണമെങ്കിൽ പാടാണ്. ഓക്കെ, അപ്പൊ ഞാനിതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് സൈഡിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നു. ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ടൈം 2 തന്നിരിക്കുന്ന മന്തിലാണ്. അതുകൊണ്ട് നമ്മുടെ എയുടെ ക്യാപിറ്റൽ 12,000 രൂപ. എ ഇൻവെസ്റ്റ് ചെയ്ത ടൈം 5 മാസം. ഇനി ബിയുടെ ക്യാപിറ്റൽ 750 രൂപ. എ ഇൻവെസ്റ്റ് ചെയ്ത സമയം 4 മാസം. നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 450 രൂപ. രണ്ടുപേരുടെ പ്രോഫിറ്റ് ഷെയർ കാണാൻ പോവുകയാണ്. ആദ്യത്തെ ആളുടെ പ്രോഫിറ്റ് ഷെയർ ഓഫ് എ, പ്രോഫിറ്റ് ഷെയർ ഓഫ് എ. C1 × T1 × P ഡിവൈഡഡ് ബൈ C1 T1 + C2 T2. C1 1200, T1 5 × പ്രോഫിറ്റ് 450 ഡിവൈഡഡ് ബൈ C1 T1 1200 × 5 + C2 T2 750 × 4. ന്യൂമറേറ്ററിൽ ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല. അതിപ്പോ അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. വെട്ടിക്കളയാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ വെട്ടിക്കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. താഴെ 1200 × 5 എന്ന് പറയുമ്പോൾ 6000 വരും. 6000. 750 × 4 എന്ന് പറയുമ്പോൾ 3000 വരും. Therefore, this is equal to 1200 × 5 × 450 divided by 6000 3000 കൂടെ 9000. അപ്പൊ നമുക്ക് ഓരോ 0 വെട്ടിക്കളയാം. പോയി. 9 ഡിവൈഡഡ് ബൈ 45. 9 ഡിവൈഡഡ് ബൈ 45 5ആണ്. 9 ഡിവൈഡഡ് ബൈ 45 5ആണ്. അപ്പൊ 12 × 5 ×
5. 9 വെട്ടിപ്പോയി, ഇങ്ങനെ കിട്ടും. അപ്പോ 12 ഇൻറ്റു 5 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 300. എയുടെ പ്രോഫിറ്റ് ഷെയർ 300 രൂപയാണ്. ആ 450 രൂപയില് 300 രൂപയും എയുടെ പ്രോഫിറ്റ് ഷെയർ ആണ്. ഇനി അടുത്ത പ്രോഫിറ്റ് ഷെയർ ഓഫ് ബി. പ്രോഫിറ്റ് ഷെയർ ഓഫ് ബി. ബിയുടെ പ്രോഫിറ്റ് ഷെയർ കണ്ടുപിടിക്കുന്നു. C2 ഇൻറ്റു T2 ഇൻറ്റു പി ഡിവൈഡഡ് ബൈ C1 T1 പ്ലസ് C2 T2. C2 എന്ന് പറയുന്നത് 750 രൂപയാണ്. അയാൾ ഇൻവെസ്റ്റ് ചെയ്തത് 4 മാസത്തേക്കാണ്. നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 1200 ആണ്. ഡിവൈഡഡ് ബൈ C1 T1 പ്ലസ് C2 T2 ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. C1 T1 പ്ലസ് C2 T2 9,000 ആയിരുന്നു. അതുകൊണ്ട് വീണ്ടും കണ്ടുപിടിച്ച സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. Therefore 0 വെട്ടിക്കളയാം. 0 0 0 0 ആൻഡ് 0 0. എനിക്കൊരു തെറ്റ് പറ്റി. പ്രോഫിറ്റ് ഷെയർ 450 രൂപയായിരുന്നു കേട്ടോ. 450 രൂപയായിരുന്നു. എനിക്കൊരു തെറ്റ് പറ്റി കേട്ടോ. 450 750 1200 രൂപയായിരുന്നു. 1200 രൂപയായിരുന്നു. സോറി. C2 എന്ന് പറയുമ്പോൾ 750 രൂപയാണ് ഇൻവെസ്റ്റ്മെന്റ്. 4 മാസത്തേക്കാണ് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ്. വെറും 4 മാസത്തേക്കാണ്. അയാളുടെ പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് 450 രൂപയാണ്. ഡിവൈഡഡ് ബൈ C1 T1 പ്ലസ് C2 T2 9,000 ആണ്. 9,000. 0 0 വെട്ടിക്കളയുന്നു. 2 0 വെട്ടിക്കളഞ്ഞു. പിന്നെ ബാക്കി 90/45 ആണ്. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 10 കിട്ടും. 10 ഇവിടെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. 5 ഇവിടെ 5ഉം 10ഉം വെട്ടിപ്പോയിട്ട് 2 കിട്ടും. 2ഉം 4ഉം വെട്ടിപ്പോയിട്ട് ഇവിടെ 2 കിട്ടും. 75 ഇൻറ്റു 2 ആണ്. അത് 150 വരും. വെട്ടിക്കളയാൻ ആഗ്രഹമില്ലാത്തവർക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ. അതുകൊണ്ട് മര്യാദയ്ക്ക് വാല്യൂ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്താലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ പ്രോഫിറ്റ് ഷെയർ ഓഫ് ബി എന്ന് പറയുന്നത് 150 രൂപയാണ്. ബിയുടെ പ്രോഫിറ്റ് ഷെയർ 150 രൂപയാണ്. ഓക്കെ. നിങ്ങൾക്ക് ഇപ്പോ എല്ലാ ബിസിനസ് ആകുമ്പോൾ ലാഭമല്ലല്ലോ ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ ബിസിനസ്സിനും ലാഭമല്ല ഉണ്ടാകാൻ പോകുന്നത്, നഷ്ടം ഉണ്ടാകാം. അതായത് പ്രോഫിറ്റിന് പകരം ലോസ് ഉണ്ടായി എന്ന് വിചാരിക്കുക. ലോസിനും ഷെയർ ഉണ്ട്. ലോസിന്റെ ഷെയർ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഈ പിയുടെ സ്ഥാനത്ത് ഈ 4 പ്രോബ്ലം നമ്മൾ ചെയ്തു. പിയുടെ സ്ഥാനത്ത് എത്ര രൂപയാണോ ലോസ് ആയത് ആ കാശ് എടുത്തിട്ട് കൊടുത്താൽ മതി. ഇപ്പൊ 500 രൂപ ലോസായി. അപ്പൊ പിയുടെ സ്ഥാനത്ത് 500 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ലോസിന്റെ ഷെയർ കിട്ടും. അത് അവരുടെ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ ഇനി എത്ര ബാക്കിയുണ്ടെന്നും കിട്ടും. അങ്ങനെ ഒരു പ്രോബ്ലം ഇവിടെ ചെയ്തിട്ടില്ല. ഞാനത് പറഞ്ഞെന്നേ ഉള്ളൂ. ഇപ്പോ എല്ലാ ബിസിനസ്സും പ്രോഫിറ്റ് ഉണ്ടാകണമെന്നില്ല. ഈ ബിസിനസ് ആകുമ്പോൾ ലോസ് ഉണ്ടാകാം. അപ്പോ ഇവിടെ ലോസ് ആണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ആ പ്രോഫിറ്റിന്റെ സ്ഥാനത്ത് എടുത്ത് ലോസിന്റെ വാല്യൂ എടുത്തിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഓരോരുത്തരുടെയും ലോസിന്റെ ഷെയർ കിട്ടും. ടോട്ടൽ ബിസിനസിന്റെ ലോസ് എടുത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓരോരുത്തരുടെ ലോസിന്റെ ഷെയർ കിട്ടും. ഓരോരുത്തരുടെ ക്യാപിറ്റലിൽ നിന്നും ആ ലോസിന്റെ ഷെയർ കുറച്ചു കഴിഞ്ഞാൽ ഇനി അവരുടെ ക്യാപിറ്റലിൽ എത്ര ബാക്കിയുണ്ടെന്ന് കിട്ടും. അതെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്താൽ മതി. അത് അവർക്ക് റിട്ടേൺ ചെയ്താൽ മതി, പിൻവലിക്കണമെങ്കിൽ. അപ്പൊ ഇതാണ് പാർട്ട്ണർഷിപ്പ് പ്രോബ്ലങ്ങളിലെ 4 മെയിൻ ഫോർമുലാസ്. നമ്മൾ സിമ്പിൾ പാർട്ട്ണർഷിപ്പും കണ്ടു, കോമ്പൗണ്ട് പാർട്ട്ണർഷിപ്പും കണ്ടു. നൗ അതർ ഫോർമുലയിലേക്കാണ് ഞാൻ പോകുന്നത്. അതായത് നെക്സ്റ്റ് ഫോർമുല, അതായത് 5ാമത്തെ ഫോർമുലയാണ് ഞാൻ പറയാൻ പോകുന്നത്. 5ാമത്തെ ഫോർമുല, ക്യാപിറ്റൽ എ അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് C1 ആണ്. അയാളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് C1 ആണ്. ക്യാപിറ്റൽ ബി അയാളുടെ ക്യാപിറ്റൽ C2 ആണ്. അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് C2 ആണ്. അയാൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈം T1 ആൻഡ് T2 റെസ്പെക്റ്റീവ്ലി. അയാളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് T1 സമയത്തേക്കാണ്. ബി അയാളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് T2 സമയത്തേക്കാണ്.
അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് ഓഫ് എ ആൻഡ് ബി, എയുടെയും ബിയുടെയും പ്രോഫിറ്റിന്റെ റേഷ്യോ, എയുടെയും ബിയുടെയും പ്രോഫിറ്റിന്റെ റേഷ്യോ നിങ്ങൾ നോക്കണം. എനിക്കിവിടെ പ്രോഫിറ്റ് എത്രയാണ് എന്ന് തന്നിട്ടില്ല. എനിക്കിവിടെ പ്രോഫിറ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല. ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് പ്രോഫിറ്റിന്റെ റേഷ്യോ. പ്രോഫിറ്റിന്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. പ്രോഫിറ്റിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ ഞാൻ പ്രോഫിറ്റിന്റെ റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റിനെ പി ഓഫ് എ, പ്രോഫിറ്റ് ഓഫ് എ, പ്രോഫിറ്റ് ഓഫ് ബി ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. പ്രോഫിറ്റ് ഓഫ് എ, പ്രോഫിറ്റ് ഓഫ് ബി. പ്രോഫിറ്റ് ഓഫ് എ ഈസ് ടു പ്രോഫിറ്റ് ഓഫ് ബി. റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. പ്രോഫിറ്റ് ഓഫ് എയും പ്രോഫിറ്റ് ഓഫ് ബിയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് C1T1 ഈസ് ടു C2T2. C1ഉം T1ഉം മൾട്ടിപ്ലൈ ചെയ്യുക, C2ഉം T2ഉം മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് റേഷ്യോ നോക്കിയാൽ മതി. അതായിരിക്കും എയുടെയും ബിയുടെയും പ്രോഫിറ്റുകൾ തമ്മിലുള്ള റേഷ്യോ. കഴിഞ്ഞു. സിമ്പിൾ കാര്യം കഴിഞ്ഞു. നിങ്ങളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയും ബിയും, ഇവിടെ ഒരു കോമ്പൗണ്ട് പാർട്ട്ണർഷിപ്പിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തർക്കും ക്യാപിറ്റൽ ഉണ്ട്, ഓർക്കും ടൈം ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല. പകരം നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് പ്രോഫിറ്റിന്റെ റേഷ്യോ, ഓരോരുത്തർക്കും കിട്ടുന്ന പ്രോഫിറ്റിന്റെ റേഷ്യോ. അതായത് എക്ക് പ്രോഫിറ്റിന്റെ 1% കിട്ടിയാൽ ബിക്ക് പ്രോഫിറ്റിന്റെ എത്ര ശതമാനം കിട്ടും? അതാണ് റേഷ്യോ, തമ്മിലുള്ള കമ്പാരിസൺ. അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നൗ അനദർ സിനാരിയോ, നമുക്ക് 3 പാർട്ട്നേഴ്സ് ഉണ്ട്, എ, ബി, സി. 3 പേർക്കും വ്യത്യസ്തമായ ക്യാപിറ്റൽ ഉണ്ട്, C1, C2, C3. അവര് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമും വ്യത്യാസമാണ്, T1, T2, T3. അങ്ങനെയാണെങ്കിൽ എയുടെ പ്രോഫിറ്റ് ഈസ് ടു ബിയുടെ പ്രോഫിറ്റ് ഈസ് ടു സിയുടെ പ്രോഫിറ്റ്. 3 പേരുടെയും പ്രോഫിറ്റുകൾ തമ്മിലുള്ള റേഷ്യോ അത് C1T1 ഈസ് ടു C2T2 ഈസ് ടു C3T3. ഈ ഫോർമുലയിൽ നിന്ന് ഈ ഫോർമുലയിലേക്ക് വരുന്നു. വെരി സിമ്പിൾ. 3 പേരുടെയും പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് C1T1 പ്ലസ് C2T2 ഈസ് ടു C3T2. C1T1 ഈസ് ടു C2T2 ഈസ് ടു C3T3. ഇതാണ് പ്രോഫിറ്റിന്റെ റേഷ്യോ. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ലോസിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ. ലോസിന്റെ റേഷ്യോ, ഇപ്പൊ പ്രോഫിറ്റ് സംഭവിക്കണമെന്നില്ലല്ലോ, ലോസ് സംഭവിക്കാമല്ലോ. ലോസിന്റെ റേഷ്യോ ദ സെയിം, ഈ എഴുതി വെച്ചേക്കുന്ന തന്നെയാണ് ലോസിന്റെ റേഷ്യോ. ലോസും തന്നിരിക്കണമെന്നില്ല കേട്ടോ. ലോസ് ആണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ലോസിന്റെ റേഷ്യോവും പ്രോഫിറ്റിന്റെ റേഷ്യോ സെയിം ആണ്. എത്രയാണോ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് അത്ര തന്നെയാണ് അയാൾക്ക് ആ ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന നഷ്ടം. പ്രോഫിറ്റ് എത്രത്തോളമോ അത്ര തന്നെയാണ് നഷ്ടം. പ്രോഫിറ്റിന്റെ ഷെയർ എത്രയാണോ അത്രത്തോളം തന്നെയാണ് ലോസിന്റെയും ഷെയർ. അതുകൊണ്ട് പ്രോഫിറ്റിന്റെ ഷെയർ ചോദിച്ചാലും ഇത് തന്നെയാണ് റേഷ്യോ, ലോസിന്റെ ഷെയർ ചോദിച്ചാലും ഇത് തന്നെയാണ് റേഷ്യോ. therefore not same ratio is for loss share. ലോസിന്റെ ഷെയറും ഇതേ റേഷ്യോ തന്നെയാണ്, അതില് യാതൊരുവിധ മാറ്റവുമില്ല. പ്രോഫിറ്റ് എത്രത്തോളമോ അത്രത്തോളം തന്നെയാണ് ലോസ്. പ്രോഫിറ്റ് എത്രത്തോളമാണോ അത്രത്തോളം തന്നെയാണ് ലോസും, നോ ഡൗട്ട്. സോ വി ആർ മൂവിങ് ഓൺ ടു എ പ്രോബ്ലം, എ റിലേറ്റഡ് പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിലേക്ക് പോകുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. There are three partners. Partners as usual, A, B and C. 3 പാർട്ട്നേഴ്സിന്റെ പേര് എയും ബിയും സിയും. അവരൊരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാണ്. A invests 2,000 for 5 months. A 2,000 rupees 5 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. B invests 1,200 for 6 months. B 1,200 6 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആൻഡ്
C invest 2,500 for 3 months. 2,500 രൂപ അയാള് 3 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. Find out the ratio of their profit share. Therefore, ratio of their profit share. പ്രോഫിറ്റ് തന്നിട്ടില്ല, അവിടെ പ്രോഫിറ്റ് ഷെയറിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. വെരി സിമ്പിൾ പ്രൊസീജിയർ. അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്നു. C1 എയുടെ ഇൻവെസ്റ്റ്മെന്റ് 2,000 രൂപ, ടൈം 5 മാസം. എല്ലാം കണ്ടോ, അപ്പൊ ടൈമിൻ്റെത് 5 മാസം, 6 മാസം, 3 മാസം, എല്ലാം മാസക്കണക്കിലാണ്, കുഴപ്പമില്ല. C2 1,200, ഇൻവെസ്റ്റ്മെന്റ് ടൈം 6 months. C3 2,500, ഇൻവെസ്റ്റ്മെന്റ് ടൈം 3 months. നമ്മൾ റേഷ്യോ നോക്കാൻ പോവുകയാണ്. റേഷ്യോ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് C1 T1 is to C2 T2 is to C3 T3. അതായത് 2,000 into 5 is to 12,000 into 6 is to 2,500 into 3. ഈ എഴുതിയിരിക്കുന്ന റേഷ്യോയെ മാക്സിമം നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 0, ഇവിടെ 2 0, ഇവിടെ 2 0. എല്ലാവരെയും വെട്ടിക്കളയാം. എല്ലാവർക്കും കോമൺ ആയി വെട്ടിക്കളയാം കേട്ടോ. 3 പേർക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും, 2 പേർക്ക് മാത്രമായിട്ട് പറ്റില്ല. 3 പേർക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. Therefore, this is equal to 20 into 5 is to 12 into 6 is to 25 into 3. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മുഴുവനും 3 കൊണ്ട് ഡിവിഷൻ നടക്കില്ല, 4 കൊണ്ട് ഡിവിഷൻ നടക്കില്ല, ഇല്ല 1 കൊണ്ട് ഇനി ഡിവിഷൻ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ നേരെ മൾട്ടിപ്ലൈ അല്ലേ പറ്റത്തുള്ളൂ. 20 into 5 100. 12 into 6 എന്ന് പറയുമ്പോ 60 72 72. 25 into 75 75. ഇതാണ് പ്രോഫിറ്റിന്റെ റേഷ്യോ. അതായത് പ്രോഫിറ്റില് 100 രൂപ നമ്മൾ എക്ക് കൊടുക്കുമ്പോൾ 72 രൂപ ബിക്ക് കൊടുക്കണം, അതേസമയം 75 രൂപ സിക്ക് കൊടുക്കണം. ഇതാണ് റേഷ്യോ. എക്ക് 100 രൂപ കൊടുക്കുമ്പോ ബിക്ക് നമ്മൾ 72 രൂപ കൊടുക്കണം, അതേസമയം സിക്ക് നമ്മൾ 75 രൂപ കൊടുക്കണം. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. കഴിഞ്ഞു. പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഇതാണ്. ഇതിപ്പോ ലോസ് ആണെങ്കിലും ഇത് തന്നെയാണ് റേഷ്യോ. ലോസ് ഷെയർ എക്ക് 100 രൂപ നഷ്ടപ്പെടുമ്പോ ബിക്ക് 72 രൂപ നഷ്ടപ്പെടുന്നു, അതേസമയം സിക്ക് 75 രൂപ നഷ്ടപ്പെടുന്നു. ഇതാണ് റേഷ്യോ. കമ്പാരിസൺ ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ യഥാർത്ഥ പ്രോഫിറ്റ് ഒന്നും തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. പ്രോഫിറ്റ് എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നൊരു നിയമം മാത്രമേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. ഓക്കെ, നൗ മൂവിങ് ഓൺ. നെക്സ്റ്റ് സെറ്റ് ഓഫ് പ്രോബ്ലം, അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. അതായത് സെവൻത്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇവിടെ പറയുന്നത് ക്യാപിറ്റൽ ഓഫ് 3 പാർട്ട്നേഴ്സ് എ ബി സി. എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്, 3 പാർട്ട്നേഴ്സ് ആണ്. ഇവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റിന്റെ യഥാർത്ഥ വാല്യൂ തരുന്നില്ല, ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ ആണ് തരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ C1 is to C2 is to C3. ഒരിക്കലും ഈ വാല്യൂ കണ്ട് അത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ ആണ്.
നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ C1T1, C2T2, C3T3 ഇത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് 100:72:75 എന്ന് എഴുതിയത്. ഒറിജിനൽ വാല്യൂ അല്ല ഇത്. കോമൺ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഡിവൈഡ് ചെയ്ത് കളഞ്ഞ് സിംപ്ലിഫൈ ചെയ്ത വാല്യൂ. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ദിസ് ഇസ് C1T1, ദിസ് ഇസ് C2T2, ദിസ് ഇസ് C3T3. അത് തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ഇവിടെ തന്നിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ ആണ്, അല്ലാതെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല. അടുത്ത കൂടെ പ്രോഫിറ്റ് റേഷ്യോയും തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് റേഷ്യോ, അവരുടെ പ്രോഫിറ്റ് റേഷ്യോയും തന്നിട്ടുണ്ട്. അത് P1:2, P2:2, P3. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈമിംഗ് റേഷ്യോ. ഈ 3 പേരും ഇൻവെസ്റ്റ് ചെയ്ത ടൈമിങ്ങിന്റെ റേഷ്യോ. ഇവർ 3 പേരും ഇൻവെസ്റ്റ് ചെയ്ത ടൈമിങ്ങിന്റെ റേഷ്യോ. വെരി സിമ്പിൾ. പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റ്മെന്റ് is to profit by investment. ചെയ്താൽ മതി. ടൈമിംഗ് റേഷ്യോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? വീണ്ടും പറയുന്നു, 3 പേര് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ മാത്രം. നിങ്ങൾക്ക് പ്രോഫിറ്റിന്റെ റേഷ്യോയും തന്നിട്ടുണ്ട്, അവരുടെ പ്രോഫിറ്റ് റേഷ്യോയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈമിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഞാൻ പറയുന്നത്. പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റ്മെന്റ്. ഇനി 2 പേരാണെങ്കിൽ C1 C2 കാണൂ, P1 P2 കാണൂ. P1/C1 P2/C2. 4 പേരുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടും. As simple as that. കഴിയും. Again a problem. സിമ്പിൾ ആണ്. ഇവിടെ നമുക്ക് എന്തോ ഭാഗ്യം അടുത്ത ക്വസ്റ്റ്യനിലെ പേര് തന്നിട്ടുണ്ട്. അനു, മനു ആൻഡ് തനു. invested capitals in a business. Capitals in a business. The ratio 4:6:9. അവരുടെ ക്യാപിറ്റലിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റലിന്റെ റേഷ്യോ ആണ് തന്നിട്ടുള്ളത്. Their profit ratio is 2:3:5. അവരുടെ പ്രോഫിറ്റ് റേഷ്യോ 2:3:5. അതായത് അനുവിന് 2 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ മനുവിന് 3 രൂപ പ്രോഫിറ്റ് കിട്ടും, തനുവിന് 5 രൂപ പ്രോഫിറ്റ് കിട്ടും. അതേസമയം മനു 4 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മനു 6 രൂപ ഇൻവെസ്റ്റ് ചെയ്യും, അതേസമയം തനു 9 രൂപ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് the ratio of time. Find the ratio of time in which they invested their capital. അവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത ടൈമിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാപിറ്റലിന്റെ റേഷ്യോ C1:2, C2:2, C3 അവർ തന്നിട്ടുണ്ട്. 4:6:9. പ്രോഫിറ്റിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് P1:2, P2:2, P3. That is equal to 2:3:5. ടൈമിങ്ങിന്റെ റേഷ്യോ T1:2, T2:2, T3. ടൈമിങ്ങിന്റെ റേഷ്യോ പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റ്മെന്റ് 2/4:3/6:5/9. 2/4:3/6:5/9. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ബൈ ടൈം. കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ റിക്വയർഡ് റേഷ്യോ എന്ന് പറയുന്നത് 2/4
2/4 3/6 5/9. അതായത് ഇവിടെ ആദ്യത്തെ രണ്ടുപേരെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 2 വെട്ടിപ്പോയിട്ട് 1/2 ഇവിടെയും വെട്ടിക്കളയാം. 1/2 5/9 എന്ന 1/2 5/9. അപ്പൊ ഇത് ഡിനോമിനേറ്റേഴ്സ് ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് 2 2 9 2 2 9 എന്ന് പറയുമ്പോൾ 2ന്റെ 9ന്റെയും LCM എന്ന് പറയുമ്പോൾ 18 ആണ്. 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 × 1/2 9. 18 × 1/2 9. 5/9 × 9 9 9 വെട്ടിപ്പോയി 5 ആവും. ഫ്രാക്ഷനിൽ ഏതോ ഒരു സുഖക്കുറവുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഫ്രാക്ഷനിൽ ഏതാ സുഖക്കുറവുള്ളതാണ് ചെയ്തത്. 2/5നെ 3/9നെ ഞാൻ സിംപ്ലിഫൈ ചെയ്യും. പിന്നെ നോക്കുമ്പോൾ 2 2 9 മൂന്ന് പേരുടെ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്യണം. 2ന്റെ 9ന്റെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 18 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോ നമ്മുടെ ടൈമിംഗ് 9:9:5. അതായത് ഈ ഇൻവെസ്റ്റ്മെന്റിൽ, ഈ റേഷ്യോ ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ ഈ റേഷ്യോ ഓഫ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അനു 9 മാസം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, 9 മാസം മാസക്കണക്കാണെങ്കിൽ അല്ലെങ്കിൽ 9 ദിവസക്കണക്കാണെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ്, 9 മാസം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മനുവും 9 മാസം ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ തനു 5 മാസം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും. 5 മാസം ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും. അയാൾക്ക് ഈ പ്രോഫിറ്റ് ഷെയർ ഉണ്ടാക്കാൻ പറ്റും. 5 എന്ന പ്രോഫിറ്റ് ഷെയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിഞ്ഞു. സോറി, 18 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് കേട്ടോ. 18 × 1/2 9. 18 × 1/2 9 ശരിയാണ്. 18 × 5/9. 18 × 5/9 എന്താ ഇവിടെ നോക്കിയോ. 18 × 5/9. 9 9 വെട്ടിപ്പോകും. 2 ആവും. 2 × 5 10 ആണ് കേട്ടോ. എനിക്ക് തെറ്റിപ്പോയതാണ്. 10 ആണ്. സോറി. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ സിനാരിയോ. ഈ പ്രോഫിറ്റ് ഷെയർ ഉണ്ടാക്കണമെങ്കിൽ അനു 9 മാസം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മനു 9 മാസം ഇൻവെസ്റ്റ് ചെയ്യണം. തനു 10 മാസം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. കഴിഞ്ഞു. നൗ ദ ലാസ്റ്റ് കൈൻഡ് ഓഫ് പ്രോബ്ലം. ഒരു പ്രോബ്ലം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ പാഠം കഴിഞ്ഞു. ഒരു ഫോർമുലയും കൂടെ കഴിഞ്ഞാൽ ഈ പാഠം കഴിഞ്ഞു. 8th ഫോർമുല. അതായത് 3 പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. A, B, C. 3 പാർട്ട്നേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവര് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് T1 T2 T3. അവരുടെ ടൈമിന്റെ റേഷ്യോ T1 T2 T3. അയാളുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ, അവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് P1 P2 P3. ഈ ടൈമിങ്ങിൽ ഈ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അവരുടെ ക്യാപിറ്റൽ റേഷ്യോ എന്തായിരിക്കും? സിമ്പിൾ. പ്രോഫിറ്റ് ബൈ ടൈം is to profit by time is to profit by time. ഇതായിരിക്കും അവരുടെ ക്യാപിറ്റലിന്റെ റേഷ്യോ. അതായത് നിങ്ങൾക്കൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ 3 പേരുടെ അല്ലെങ്കിൽ 2 പേരുടെ വാട്ട് എവർ ഇറ്റ് ഇസ്, 2 പേരാണെങ്കിൽ T1 T2 P1 P2 കാണത്തുള്ളൂ. അപ്പോൾ 3 പേരുടെ ടൈമിങ്ങിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അതേസമയം അവർക്ക് ഇത്ര പ്രോഫിറ്റ് റേഷ്യോയും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിന്റെ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. പ്രോഫിറ്റ് ബൈ ടൈം. സിമ്പിൾ ആണ്. കഴിഞ്ഞ പ്രോബ്ലത്തിലും ഇതേപോലത്തെ ഒരാളെയാണ് ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ നേരെ ഫൈനൽ പ്രോബ്ലത്തിലേക്ക് കടക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഫൈനൽ പ്രോബ്ലം ഗുപ്ത സിംഗൽ and Khansal starts a business. ഗുപ്ത സിംഗാൽ ഖാൻസാൽ എന്ന് പറയുന്നത് ഒരു ബിസിനസ്, അവർ 3 പേരും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. If the ratio of their periods, അവർ 3 പേരും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പീരീഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആർ 1:2:5. 3 പേരും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈം റേഷ്യോ ആണ് തന്നിട്ടുള്ളത്.
and their profit ratio is 3:4:5. Find the capital ratio of investment. Capital ratio മതി. Capital ratios of what? Ratios of capitals ആണ്. Capital ratio എന്നല്ല, ratios of capitals of Gupta, Singhal, Kansal. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് T1:2, T2:2, T3. അത് 1:2, 2:5. അതായത് ഗുപ്ത 1 മാസം ഇൻവെസ്റ്റ് ചെയ്താൽ സിംഗാൽ 2 മാസം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഖാൻസാൽ പക്ഷെ 5 മാസം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അവിടെ പ്രോഫിറ്റ് ഷെയർ P1:2, P2:2, P3. പ്രോഫിറ്റ് ഷെയർ 3:4:5. 3:4:5. അതായത് ഗുപ്തയ്ക്ക് 3 രൂപ പ്രോഫിറ്റ് കിട്ടുമ്പോൾ സിംഗാലിന് 4 രൂപ പ്രോഫിറ്റ് കിട്ടും, ഖാൻസാലിന് 5 രൂപ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവരുടെ ക്യാപിറ്റൽ റേഷ്യോ എന്താണ്? C1:2, C2:2, C3. P1/T1 3/1 4/2 5/5. അപ്പൊ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3/1 3 ആണ്, 4/2 2 ആണ്, 5/5 1 ആണ്. 5/5 1 ആണ്. അപ്പൊ അവിടെ ക്യാപിറ്റൽ റേഷ്യോ 3:2:1. അതായത് ഗുപ്ത 3 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സിംഗാൽ 2 രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ഖാൻസാൽ പക്ഷെ 1 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും അയാൾക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടും, മാക്സിമം ടൈമും എടുക്കും. ഒരുപാട് സമയം എടുക്കും, ഒരുപാട് പ്രോഫിറ്റും കിട്ടുന്നു. അപ്പോൾ 3 പേരുടെ ക്യാപിറ്റൽ റേഷ്യോ 3:2:1 ആണ്. കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ 8ാമത്തെ പാഠം കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിന്റെ എക്സസൈസ് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം.